അത്രമേൽ ആഴത്തിൽ ഹൃദയം മുറിവേറ്റതിൽ പിന്നെയും പിന്നെയും മനുഷ്യനെ വീണ്ടും ഭ്രാന്തമായി അടിമയാക്കാൻ കഴിയുന്ന എന്തോ ഒരുതരം വശതസ് സ്നേഹത്തിനുമേൽ ഉണ്ടായിരുന്നതുകൊണ്ടുതന്നെയാകാം ഇടവപ്പാതിയിലെ ഇടമുറിഞ്ഞു താളം തെറ്റി പെയ്ത മഴ പോലെ, ചിതറിയ ചില്ലുകഷ്ണങ്ങളെ ചേർത്തു വെക്കുന്നതുപോലെ ഹൃദയത്തെ വിളക്കി ചേർത്തുകൊണ്ട് പുഞ്ചിരിയോടെ മുന്നോട്ടു നീങ്ങുന്നതും, അദൃശ്യമായി സ്നേഹത്തിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവനിൽ പൊലുക്കുന്നതും ഒക്കെ കൊണ്ടുതന്നെയാവാം സ്നേഹത്തിന് ഇത്രയധികം വാല്യൂ ഉള്ളത്. ഒരു ശരാശരി വ്യക്തിയുടെ മനസ്സ് 30% സമയവും അലഞ്ഞു തിരിയുന്നു. ഒരു ശരാശരി വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് ശീലമാകാൻ ഏകദേശം 66 ദിവസമെടുക്കും. നിസ്സാരമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ സഹജമായി പരിഹാസം ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് ആരോഗ്യകരമായ മനസ്സുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ കുറ്റബോധമുള്ള വ്യക്തികൾ അവരുടെ ചുറ്റുമുള്ള ആളുകളുടെ വികാരങ്ങളും അതുപോലെ തന്നെ ആശങ്കകളും തിരിച്ചറിയുന്നതിൽ മികച്ചവരാണെന്ന് പഠനങ്ങൾ പറയുന്നു. മരിക്കുന്നതിന് മുമ്പുള്ള 7 മിനിറ്റ് നമ്മുടെ നാഡീപ്രവർത്തനത്തിടെ നിങ്ങളുടെ ഓർമ്മകൾ ഒരു സ്വപ്നത്തെ തുല്യമായ പാറ്റേണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആത്മാർത്ഥമായി ജീവിക്കുക. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് അത് പാഴാക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാഹസികത നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ജീവിതം നയിക്കുക എന്നതാണ്. ഏതെങ്കിലും പ്രധാനം അർഹിക്കുമ്പോൾ സാധ്യത നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്യും. വിജയം എന്നത് നിങ്ങൾക്ക് എത്ര പണം സമ്പാദിക്കാൻ കഴിയും എന്നതല്ല, മറിച്ച് ആളുകളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റമാണ്. ഒരു ഇറുകിയ പെട്ടിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരേയൊരു മാർഗം നിങ്ങളുടെ വഴി കണ്ടുപിടിക്കുക എന്നതാണ്. സ്ത്രീകളുടെ മനഃശാസ്ത്രം. സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം ബാലിശമായ ശബ്ദമുള്ള പുരുഷന്മാരെയാണ്. സ്ത്രീകൾക്ക് കള്ളം പറയുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 40% സ്ത്രീകളും കാമുകനെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. മിക്ക സ്ത്രീകളും തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ സമയമെടുക്കും, പക്ഷേ അതിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 80% സ്ത്രീകളും ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വൈകാരിക സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ശരാശരി വ്യക്തിക്ക് ഒരു ദിവസം ഏകദേശം 70,000 ചിന്തകൾ ഉണ്ടാകുന്നു. നിർബന്ധിച്ചാലും പുഞ്ചിരിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തും. ഒരു സംഭവത്തിൻ്റെയോ അനുഭവത്തിൻ്റെയോ തുടക്കവും അവസാനവും ആളുകൾ ഓർമ്മിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയിൽ ആയിരിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഒരു അലങ്കോലമായ മുറിയിൽ ഇരിക്കുന്നത് വിവരങ്ങൾ കേന്ദ്രീകരിക്കാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള നിങ്ങളുടെ കഴിവിനെ തടസ്സപ്പെടുത്തും. ശാരീരിക വേദന പോലെ തന്നെ തലച്ചോറും നിരസിക്കലിനെ പ്രോസസ്സ് ചെയ്യുന്നു. ഒരു അവധിക്കാലം പ്രതീക്ഷിക്കുന്നത് സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വിട്ടുമാറാത്ത ഏകാന്തത മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. മഴയുടെ ശബ്ദം തലച്ചോറിനെ ശാന്തമാക്കുകയും നിങ്ങളുടെ വിഷമത്തിന് സഹായിക്കുകയും ചെയ്യുന്നതാണ്. മനഃശാസ്ത്രപരമായ സത്യങ്ങൾ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആരെങ്കിലും കരഞ്ഞാൽ അയാൾ നിഷ്കളങ്കനും മൃദുലഹൃദയനുമാണ്.
പുരുഷന്മാരെക്കാൾ കൂടുതൽ തവണ സ്ത്രീകൾ വൈകാരിക ഓർമ്മകൾ വീണ്ടും സന്ദർശിക്കുന്നു. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കേണ്ടി വരുമോ അത്രത്തോളം അത് ലഭിക്കുമ്പോൾ നിങ്ങൾ അതിനെ വിലമതിക്കും. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ മുഖഭാവങ്ങൾക്കൊപ്പം ആളുകളുടെ ശരീരഭാഷയും നന്നായി ശ്രദ്ധിക്കുന്നു. പുരുഷന്മാർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ തന്നെ പരിഹരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതേസമയം സ്ത്രീകൾ നേരെ തിരിച്ചുമാണ്. ഒരിക്കലും വിജയത്തെക്കുറിച്ച് വീമ്പിളക്കാത്ത ആത്മവിശ്വാസമുള്ള ആളുകളുടെ 8 പെരുമാറ്റങ്ങൾ. 1. അവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. 2. അവർ സ്വന്തം വിലമതിക്കുന്നു. 3. അവർ മറ്റുള്ളവരെ ആഘോഷിക്കുന്നു. 4. അവർ ജിജ്ഞാസുക്കളും പഠനത്തിനായി തുറന്ന മനസ്സുള്ളവരുമായി തുടരുന്നു. 5. അവർ അവരുടെ അടിസ്ഥാന മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. 6. അവർക്ക് ശ്രദ്ധാകേന്ദ്രം ആവശ്യമില്ല. 7. അവർ വിമർശനത്തെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. 8. അവർ വിജയം കൊട്ടി ആഘോഷിക്കാതെ അംഗീകരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും വിജയത്തെക്കുറിച്ച് വീമ്പിളക്കുകയില്ല. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമേയുള്ളൂ. നിങ്ങൾ അതെങ്ങനെ ചെലവഴിക്കുന്നു? ക്ഷമ പറഞ്ഞുകൊണ്ടോ, പശ്ചാത്തപിച്ചുകൊണ്ടോ, ചോദ്യം ചെയ്തുകൊണ്ടോ, സ്വയം വെറുത്തുകൊണ്ടോ, ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ, നിങ്ങളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ പാഞ്ഞുകൊണ്ടോ, നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക, റിസ്ക് ഏറ്റെടുക്കുക. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. നമ്മളെക്കൊണ്ട് കഴിയും. മാറ്റമുണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും എപ്പോഴും നന്ദിയുള്ളവർ ആയിരിക്കണം. ആൺകുട്ടികളുടെ ചിന്തകൾ എങ്ങനെ മനസ്സിലാക്കാം? അധികം സംസാരിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിൽ സങ്കടം ഉണ്ടെന്നാണ്. എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന വ്യക്തി 90% സമയത്തും അങ്ങനെയല്ല. പെട്ടെന്ന് നിശബ്ദ ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടെന്നാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർക്കുകയാണെങ്കിൽ അവന് അത്രമേൽ പ്രിയപ്പെട്ടതാണെന്നാണ്. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രചോദനാത്മകമായ കാര്യങ്ങൾ. നിങ്ങൾ തെറ്റുകൾ ഒന്നും വരുത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നിനു വേണ്ടിയും ശ്രമിക്കുന്നില്ല എന്നാണ്. വിമർശനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ, ഒന്നും പറയാതെ, ഒന്നുമില്ലാതെ ഇരിക്കുക. നിങ്ങൾ മെല്ലെയാണ് പോകുന്നതെങ്കിലും ഒരിക്കലും പുറകോട്ട് നടക്കരുത്. നിങ്ങൾ ശ്രമിക്കാൻ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന നല്ല കാര്യങ്ങൾ എന്തായാലും അത് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് അത് നേടാനുള്ള ആദ്യത്തെ ചുവട്. മനസ്സിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. കഴിയില്ല എന്ന് തോന്നുമ്പോഴൊക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്നും നമ്മൾ ചിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നത് അവിടെ നിന്നും മൗനമായി പിന്മാറണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് ആരുടെ മുൻപിൽ അവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു ജീവിക്കാൻ പഠിക്കണം. എല്ലാവരോടും സ്നേഹം മാത്രം. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നു.
നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആൾവേസ് ബി കോൺഫിഡൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.